ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നുണ്ടല്ലോ നല്ല അടിപൊളി ചെറിയുള്ളിയും ജീരകവും ഒക്കെ ഇട്ട് അരച്ച അപ്പമാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല സോഫ്റ്റ് അപ്പമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഓടിപ്പോയി നോക്കാവേ. ആദ്യം തന്നെ ഇവിടെ ഒരു 3 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ നമ്മൾ വെള്ളത്തിലിട്ടതാണ്. ഇത് നന്നായിട്ട് കുതിർന്ന് ഒരു 3-4 വട്ടം കഴുകിയതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. ഇത് 3 ഗ്ലാസ് അരിയുണ്ട് കേട്ടോ. അപ്പം 3 ഗ്ലാസ് അരി ഫുള്ള് ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുള്ള ഒരു അപ്പമാണ് കേട്ടോ. ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. അപ്പോൾ അതാ നമ്മൾ പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. ഇതാ ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ആദ്യം ഞാൻ പച്ചരി ഇട്ട് കൊടുത്ത സമയത്ത് ഇതിൽ നിന്ന് ഒരു 3 സ്പൂൺ പച്ചരി ശകലം ഒന്ന് അരഞ്ഞു വന്നപ്പോൾ എടുത്ത് മാറ്റി വെച്ചായിരുന്നു. അത് കഴിഞ്ഞുള്ളതാണ് ഇത്. നമ്മൾ കപ്പി കാച്ചാനായിട്ടാണ് കേട്ടോ 3 സ്പൂൺ പച്ചരി അരച്ചത് എടുത്ത് വെച്ചത്. ഇത് നന്നായിട്ട് അരഞ്ഞതാണ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചുമന്നുള്ളിയാണ് ഇതിനായിട്ട് വേണ്ടത്. അതായത് ചെറിയുള്ളി ഒരു 10-20 ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു തവി ചോറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഡെയിലി ചോറുണ്ടാക്കുമല്ലോ, അതിൽ നിന്ന് ഒരു തവി ചോറ് ഇട്ട് കൊടുത്താൽ മതിയാവും. നമ്മൾ ഇതുപോലെ ഒരു തവി ചോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ഈ ചുവന്നുള്ളി ഒന്നും ഇടാറില്ലല്ലോ. അപ്പം ഇങ്ങനെയൊന്ന് ഇനി തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ ചുവന്നുള്ളിയും ചോറും കൂടെ അരഞ്ഞു കിട്ടാനായിട്ട് ശകലം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. അതിന് ശേഷം അത് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തന്നെ ഒരു അരമുറി തേങ്ങായോളം ഉണ്ട്. ആ തേങ്ങായും കൂടി അതിലേക്ക് ഇട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. ഇതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അപ്പത്തിന് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ദോശക്കല്ലിൽ വെച്ചാണ് കേട്ടോ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അതിങ്ങനെ ഇതാ ഒഴുകി പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട, ഒരിച്ചിരി തിക്കായിട്ടിരിക്കണം കേട്ടോ ഈ മാവ്. അപ്പോൾ ഇതാ നമ്മൾ ചോറും തേങ്ങായും അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലായിരുന്നോ 3 സ്പൂൺ നമ്മൾ മാവ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് അരഞ്ഞു വരുമ്പോൾ തന്നെ ഒരു 3 സ്പൂൺ അതിൽ നിന്നും മാറ്റിയാൽ മതി. അതിന് ശേഷം നമ്മൾ അതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം അടുപ്പിൽ വെച്ച്. ഇത് കപ്പി കാച്ചുക എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത്, ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കട്ടിയാവാൻ പാടില്ല, എന്നാൽ ഒട്ട് ഒരുപാട് ലൂസും ആവാൻ പാടില്ല. ഇച്ചിരി തിക്കായിട്ടിരിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാകം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഓരോ സ്റ്റെപ്പും കഴിയുമ്പോൾ ജാറ് കഴുകി കൊടുക്കുന്നില്ല. കാരണം നമ്മൾ ഇതെല്ലാം നമ്മുടെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് ഞാൻ ജാറ് കഴുകി കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഇട്ട് അങ്ങ് അരച്ചെടുക്കുവാണ്. നിങ്ങളും അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുജീരകമാണ്. നമ്മൾ 1 സ്പൂണോളം ചെറിയൊരു സ്പൂണോളം ചെറുജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്റ്റാണ്. ചെറിയൊരടപ്പിന് 1 അടപ്പ് ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതും കൂടി ശകലം വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവേ. അതിന് മുന്നേ നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. പഞ്ചസാരയാണ്. ഞാനൊരു 2 സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ മാവ് അരച്ചെടുത്തുകൊണ്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇതും കൂടി നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ആദ്യത്തെ ആ മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. ഇതുപോലെ നിങ്ങൾ മാവരച്ച് അപ്പം ഇതുവരെ ചുട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള
അടിപൊളിയായിട്ടുള്ള അപ്പമാണ്. നല്ല ടേസ്റ്റാണ്. പറയുമ്പോൾ അതിൻ്റെ ഇത് നിങ്ങൾക്ക് കിട്ടുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. നമ്മൾ തവി കൊണ്ടൊന്നുമല്ല, ഇതുപോലെ കൈ കൊണ്ടാണ് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ രാവിലെയാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് ഇളക്കി വെക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ രാവിലെ അപ്പം നന്നായിട്ട് പുളിച്ച് വന്നതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കാറ്. അപ്പോൾ അതാ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാവൊന്ന് പുളിച്ച് വരാൻ വേണ്ടി നമ്മൾ അടുപ്പിൻ്റെ പാതകത്തിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അടുപ്പും പാതകത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഈ മാവൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ മാവ്. നന്നായിട്ട് അത്രയ്ക്ക് പുളിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ പുളിയൊന്നും ഉണ്ടാവുകയല്ലേ. എന്നിട്ട് ഞാനൊരു തവിക്കകത്ത് കുറച്ച് ഈ മാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് വെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് കലക്കിയതിന് ശേഷമാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. ഇനി ദോശക്കല്ല് വെച്ച് കൊടുക്കാം നമുക്ക്. ദോശക്കല്ല് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലെണ്ണയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഉണ്ടാക്കാനായിട്ട്. നല്ലെണ്ണ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഒട്ടിപ്പിടിക്കുകയോ മുറിഞ്ഞു പോവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ നല്ലെണ്ണ ഒരു തുണിയിൽ മുക്കി ഇങ്ങനെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ തവി മാവും കോരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ദോശ പരത്തുന്ന പോലെ അങ്ങ് പരത്തി കൊടുക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ അപ്പം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് കുത്തുകളുള്ള നല്ല അടിപൊളി ഒരു അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല മുരിഞ്ഞ അപ്പമാണ്. ഇതുപോലെയാണ് കേട്ടോ ഇത് തയ്യാറാക്കേണ്ടത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. ഞാൻ ഇതിൻ്റെ കൂടെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ വെച്ചത്. അതിൻ്റെ റെസിപ്പി അടുത്ത ദിവസം ഇടാം കേട്ടോ. മുട്ടക്കറി, ഗ്രീൻ പീസ് കറി, കടലക്കറിയൊക്കെ ഈ അപ്പത്തിന് നല്ലതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയേക്കുന്ന ഗ്രീൻ പീസ് കറിയാണ് ഇതിന് പേരായിട്ട് നല്ലത്. അത്ര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്ന രീതി ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇടാം കേട്ടോ. ഇതാ നമ്മൾ ഇതുപോലെ അപ്പം ചുട്ടെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. ചെറിയുള്ളിയും ജീരകവും ഒക്കെ ഇട്ട അപ്പമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഗ്രീൻ പീസ് കറി ഈ അപ്പത്തിന് മുകളിലോട്ട് ഒഴിക്കുക. ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് അങ്ങോട്ട് കുതിർന്ന് വരും. അത്ര സോഫ്റ്റാണ്. നമ്മൾ കറി ഒഴിക്കുന്ന ആ ഭാഗം ഇങ്ങനെ കുതിർന്ന് വരും. ഈ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഇനിയിപ്പം സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോഴത്തേക്ക് രാവിലെ കാപ്പിക്ക് എന്തുണ്ടാക്കും? ഡെയിലി നമ്മൾ സാധാ അപ്പം തന്നെ ഉണ്ടാക്കി മടുത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പച്ചരിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വെള്ളത്തിലിട്ട് കുതിർത്ത് ഇതുപോലെ അരച്ച് ഒന്നുണ്ടാക്കുക. അരയ്ക്കുമ്പോൾ ഉള്ള ആ ഒരു പാട് മാത്രമേ ഉള്ളൂ. ശകലം ടൈം എടുക്കും, അത്ര മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം കിട്ടും. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആകും എന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത ഡിഷുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.